ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടതിൽ പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി സംശയം. പൈലറ്റിന്റെ രണ്ടാം ലഹരി പരിശോധനയും പോസിറ്റീവാണ്. ഈ മാസം 4-ന് ഫുക്കറ്റ് ഡൽഹി വിമാനം ചുഴിയിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങളുമായി. തൗഫീഖ്, രണ്ടാം പരിശോധനാ ഫലവും പോസിറ്റീവായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു കടുത്ത നടപടിക്ക് സാധ്യതയില്ലേ? കടുത്ത നടപടി ഉണ്ടാകും. വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ടും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ടും പൈലറ്റിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ മാസം 4-നാണ് ഫുക്കറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് പറന്ന വിമാനം ഈ ആകാശച്ചുഴിയിൽപ്പെട്ടത്. സംഭവത്തിൽ 14 യാത്രക്കാർക്കും വിമാനത്തിലെ ക്രൂ അംഗങ്ങൾക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിമാനം ഏകദേശം 5 മിനിറ്റോളം ശക്തമായ ചുഴിയിൽ അകപ്പെടുകയും പെട്ടെന്ന് 300 അടി താഴ്ചയിലേക്ക് പതിക്കുകയുമായിരുന്നുവെന്നാണ് നിലവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇതിന് പിന്നാലെയാണ് പൈലറ്റുമാരെ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഡൽഹിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലും പൈലറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ശേഷമാണ് രണ്ടാമത്തെ പരിശോധനയിലും പൈലറ്റ് പോസിറ്റീവ് ആവുകയും ചെയ്തത്. കഞ്ചാവാണ് പൈലറ്റ് ഉപയോഗിച്ചതെന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ പൈലറ്റിനെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും എന്ത് ലഹരി വസ്തുവാണ് വിമാനം പറത്തുന്നതിന് മുമ്പ് കഞ്ചാവ് പൈലറ്റ് ഉപയോഗിച്ചത് എന്നായിരിക്കും ഇനിയിപ്പോൾ പരിശോധിക്കുക. വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും എയർ ഇന്ത്യക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ശരി.